ಚಿಕ್ಕ ವಯಸ್ಸಿನಲ್ಲೇ ಅಪ್ಪ ತೀರಿಕೊಂಡ್ರು. ಆಮೇಲೆ ಅಮ್ಮ ಕೂಡ ತೀರಿಕೊಂಡ್ರು. ನಂತರ ನನ್ನನ್ನು ಮತ್ತೆ ನನ್ನ ತಂಗಿಯರನ್ನು ಬೆಳೆಸಿತು ನನ್ನ ಮಾವ. ಇಲ್ಲಿರುವ ರಾಮಚಂದ್ರ ಅಣ್ಣ ಮತ್ತೆ ನನ್ನ ಮಾವ ಒಳ್ಳೆಯ ಗೆಳೆಯರು. നീ എന്തെല്ലാം പറഞ്ഞാലും ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല കേട്ടാ. ഓൻ ഈ നാട്ടിൽ ഒരു നിലയും വിലയുണ്ടോളെ. നമ്മ പെണ്ണുങ്ങളല്ലേ നോക്കണ്ടത്. ഇതൊരു നാട്ടുപുറല്ലോളെ. അപ്പുറവും ഇപ്പുറവും ഇല്ല ആളെ കൊണ്ട് പറയിപ്പിക്കണ. ആ കുടുംബശ്രീ രമണിയാറ്റം അറിഞ്ഞാലുണ്ടല്ല അങ്ങനെ എടുത്തിട്ട് വാട്സാപ്പിലിടും. ಅಮ್ಮ ನೀವೇನು ಹೇಳುತ್ತಿದ್ರಿ ಅದು ನನಗಂತೂ ಗೊತ್ತಾಗುತ್ತಿಲ್ಲ. ಏನ ಹೇಳಿದ್ರು ನನಗೆ ನಿಮ್ಮೆಲ್ಲರನ್ನೂ ತುಂಬಾ ಇಷ್ಟ. ನನ್ನ ಭಾಗ್ಯ ನೀವೆಲ್ಲರೂ ನನಗೆ ಸಿಕ್ಕಿತ್ತು. അത് സാരല്ലേ. ഇത് ആദ്യത്തെ ദിവസമാക്കണ്ടല്ലേ. ഇവിടുത്തെ മൂത്ത പെണ്ണല്ലേ നീ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം. എല്ലാരെയും കൊണ്ട് നമ്മ നല്ലതേ പറയിക്കാവും. അമ്മ നിങ്ങ എന്ത് നീ കാട് പറയുന്നത്? ഞാൻ നല്ലത് പറഞ്ഞു കൊടുക്കുന്നല്ലേ നോക്ക്. ഏത് ഭാഷയില്? മലയാളത്തിലാ? ഹരിത ഒരു തോർത്തിങ്ങോട്ട് കൊണ്ടുവാ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടില്ലേ? ഇനി എല്ലാ ഏട്ടീനോട് പറഞ്ഞാൽ മതി. ഏട്ടി അതാ ഏട്ടൻ വിളിക്കുന്ന. ನಿಮ್ಮ ನೋಡಲಿಕ್ಕೆ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ನಮ್ಮ ಪುನೀತರವರ ಹಾಗಿದ್ದೀರಾ? കണ്ണാ കണ്ണോ സുധാര ഇന്ന് രാവിലെ തന്നെ എന്തിനാ കണ്ണാ സഖാവിന്റെ വീട്ടത്ത് അമ്മേ അമ്മേ എന്താ ഇതെന്താ തോന്നിയ സ്ഥലം കാണിച്ച് വെച്ചിരിക്കും നിങ്ങള്? എന്നോട് എന്തിനു പറയുന്നത്? നിന്റെ അവളോട് ചോദിക്ക്. എന്റെ അച്ഛൻ കുമാരനുണ്ടായത് ഇപ്പൊ ഇത് കണ്ട് ചത്തുപോയനിപ്പോ. ഇതാണ് വേണ്ട 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 ನಾನು ಚಾಯ್ ತಗೊಂಡು ಬರ್ತೀನಿ. ചന്ദന എന്താ ഇതിന്റെ അർത്ഥം? ചന്ദനല്ലേ? എന്നാലും എന്റെ സുധാര കഴിച്ചിട്ടായില്ലോ. ഇതെന്ത് കഥ? ഈ ഭാഷേന്റെ ഒരു പ്രശ്നമാണ്. അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലായിക്കോളൂ. എത്രോട്ട് പറഞ്ഞു കൊടുത്തു? ഇനി ഏത് ഭാഷയിൽ പറയണ്ട്? അത് തന്നെ. എടാ പൊട്ട ഓക്ക് മലയാളം തീരെ അറിഞ്ഞുവിടറോ? തീരെ തീരെ. ಚಾಯ್ ತಗೊಳ್ಳಿ. കുടിക്കുക. യമന ഗുഡ് മോർണിംഗ്. ಗುಡ್ ಮಾರ್ನಿಂಗ್. ഇത്രയല്ലൂ ഭാഷ എന്നൊരു പ്രശ്നമല്ല കണ്ണാ. നീ ഓളി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങ്. എടാ ഇപ്പൊ നാട്ടിലെ പാർട്ടിന്റെ വില എന്തെന്ന് നിനക്കറിയാം. പിള്ളമാരെ നമ്മൾ ഓഫീസിന്റെ പുറത്തുനിന്നിരിക്കാൻ മെമ്പർഷിപ്പിന് വേണ്ടിട്ട് നീ ഓളി കൊണ്ട് പുറത്തിറങ്ങടാ. കാൺട്രി നാട്ടുകാർ പാർട്ടി നിനക്ക് സെറ്റാക്കി പെണ്ണിനെ എന്തേ വാന്ന് ഈ കാണുന്നില്ലാണ് നമ്മളെ രാജ്യം. വിദ്യ ഒരു 500 രൂപ നോട്ടാ. വൈകുന്നേരം ഇന്ന് കുറിയാന്ന്. കണ്ണാ ജോറായിട്ടുണ്ടല്ലോ. എവിടെയാ പോകുന്ന എല്ലാരും? ഇങ്ങോട്ട് ചങ്കാണ്. ചങ്ക് എന്ന് പറഞ്ഞാ പോലെ ഞങ്ങൾ രണ്ടാളെ പണ്ടുണ്ടല്ലോ. പണ്ടത്തെ കാര്യം പറയണ്ട. ഞങ്ങളെ നാടെല്ലാം ഇഷ്ടായ? ഇഷ്ടായി. ഇനിയൊരു കാര്യം ചെയ്യും. 2 കിലോ കോഴി എടുത്തു വെക്ക്. നിന്റെ മോള് ബിരിയാണി ഉണ്ടാക്കാൻ പോണം. ഓക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ അറിയോ? ഇവിടുത്തെ ലോക്കൽ ബിരിയാണി നിങ്ങള് കൂർഗ് ബിരിയാണി. ഞാൻ അടുത്തേക്കാം. ഞാൻ ഒന്നൊന്ന് ചോറിഞ്ഞിട്ട് വരാം. അക്കടെ നല്ല ഫാമിലീസിന് പറ്റിയ സ്റ്റാൻഡേർഡ് ഐറ്റംസ് മാത്രം ഉണ്ടോ? കുറച്ച് കാണിക്കുവാ. ഇടിണ്ട്, ഇങ്ങോട്ട് വാ. അപ്പൊ മോക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചോ. നമുക്കെടുക്കാം. ഇതെടുന്ന പുതിയ ചെക്കനും പെണ്ണും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങാവും. ഓനുണ്ട് ഇവിടെ. ഓനകത്തെടിയോ ഉണ്ട്. ഒന്നേ മൂപ്പിച്ചോ. ഇപ്പൊ ചിലർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. പാർട്ടി വിചാരിച്ചാ ഒന്നല്ല ഒരു 100 പെണ്ണുങ്ങളെ നാട്ടിലിറക്കാൻ കഴിയുന്നു. ഇത് നോക്കിയേ.
ಅಕ್ಕ ನನಗೆ ಚೂಡಿದಾರ್ ಬೇಡ ಸೀರೆ ತುಂಬಾ ಇಷ್ಟ ಅದು ಹಳದಿ ಬಣ್ಣದು ഇത് നല്ല പാങ്ങുണ്ടാവും നിങ്ങൾക്ക് ഏതിട്ടാലും നല്ല പാങ്ങുണ്ടാവുപ്പാ ഇതന്നെ എടുത്തോ ಅಕ್ಕ ಈ ತರದಲ್ಲ ಇಂತಹದ್ದು ನಾನು ಉಡುವುದಿಲ್ಲ ಅಕ್ಕ ಬೇರೆ ಸೀರೆ ಅಲ್ವಾ ಯಾವ ತರದ್ದು ಬೇಕು? ಏ ಕನ್ನಡ ಚೆನ್ನಾಗಿ ಮಾತಾಡ್ತಾರಲ್ವಾ ಕನ್ನಡ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆ ನಿಮಗೆ ವರ್ಷಗಳಿಂದ ನಿಮ್ಮೂರಲ್ಲಿ ಬಟ್ಟೆ ವ್ಯಾಪಾರ ಮಾಡುತ್ತಾ ಇದ್ದೆ. ಓ ದೇವ್ರೆ ನನಗೆ ನೆಮ್ಮದಿ ಆಯ್ತು ಇಲ್ಲಿ ಬಂದ ಮೇಲೆ ಕನ್ನಡ ಗೊತ್ತಿರೋರನ್ನು ಮೊದಲ ಬಾರಿ ನೋಡಿದೆ ಸರಿ ನಿಮ್ಮ ಹೆಸರೇನು ನನ್ನ ಹೆಸರು ವಿದ್ಯಾಧರ. ನಿಮ್ಮ ಹೆಸರೇನು? ಯಮುನಾ പണ്ടാരെ കൊറേ പ്ലാനിങ് ഉണ്ട്. ಹೇಗಿದೆ ನಮ್ಮ ಊರು? ಒಳ್ಳೆಯವರು ಖುಷಿ ಆಯ್ತು ನೀವು ತುಂಬಾ ಅದೇನು ತೊಂದರೆ ಇಲ್ಲ, ನೀವು ಬನ್ನಿ. ಕನ್ನಡವ ತುಳುವ ಯಾವ ಭಾಷೆ ಬೇಕಾದ್ರೂ ನೀರು ನೀರು ತರ ಮಾತನಾಡಿ. ವ್ಯಾಪಾರ ಅಲ್ವಾ ಕೆಲ್ಸ. കോയി ഇത് പോയി കാണോ അപ്പൊ ബിരിയാണി വെക്കണ്ടേ? നിന്നെ വെച്ച് തിന്നോ? ನೀವು ಪರವಾಗಿಲ್ವೇ ತುಂಬಾ ಹುಷಾರು ഡേ ഇത് നമ്മുടെ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിട്ടാ ഓർ വാങ്ങുന്നതല്ലേ മോളെ മോളെ നമുക്ക് ടൗണിൽ നിന്ന് നല്ലത് വാങ്ങിക്കാം. ഇവിടുത്തെ ഒന്നും കൊള്ളൂല. ഇത് വേണാ? ഇത് എത്രയാ? ഓരോന്ന് പരീക്ഷിച്ച് കാണിച്ച് അടുത്തിട്ട് നിന്നോളൂ. ഇതല്ല 650. വാ വിട് മുത്തുമണി എവിടെയാണ്? ധനേഷേട്ടാ ഒരു 50 റുപ്യ റീചാർജ് ആക്കി തരുവോ? അതെല്ലാം ഞാൻ ചെയ്തരാ. നീ ഇപ്പൊ ഏത് ഡ്രസ് ആയിട്ടില്ലത്? പച്ചച്ചെരുവാറും? ഞാൻ പറയൂല. എന്നാ പറ, എന്നെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പറ. പറയാറോ? ഇല്ല. ഞാനല്ല ചോദിക്കുന്നത്, എന്നോട് പറ. ആ നീ എന്ന് കളിക്കുന്നത്? ഞാൻ ഒരു മൂടായി വരെയുന്നു പറഞ്ഞേ. ഇല്ല. നീ ഒന്ന് പറ. ആന്നുവച്ചാ ആന്നുവച്ചാ ഓ നിങ്ങള് ജിമ്മിലാന്നുള്ളത്? ഞാനായി ഫോൺ വിളിച്ചരാ. നീ ഇട്ട ഒരു കളി കളിക്കാലോ. മതി തേങ്ങ അരച്ചത്. എന്നെ ഒന്ന് സഹായിച്ചൂടെ? ഉച്ചക്ക് തിന്നോട്ടെ നിനക്ക്? എന്നാന്ന് ചക്കക്കുരു തന്നെയല്ലേ എനക്കെങ്കും വേണ്ട ഗ്യാസാണ് ചക്കക്കുരി തന്നെ ഗ്യാസല്ലേ? ನೋಡಿ ಅಮ್ಮ ನಾನು ಅಂಗಡಿಯಿಂದ ತೆಗೆದ ಎಲ್ಲಾ ಚೂಡಿದಾರು ಚಿಕ್ಕದಿದೆ. എന്തോളെ എന്തായാലും കഴിഞ്ഞില്ലേ നിനക്ക്? ಇದು ನನಗೆ ಹಿಡಿಸುವುದಿಲ್ಲಮ್ಮ. ಹರಿದ ಬಾ ನನ್ನ ಜೊತೆ ನಮಗೆ ಹೋಗಿ ಬೇರೆ ನೋಡಿ ತೆಗೆಯೋಣ. ಬಾ ಹರಿತ ನಮಗೆ ಇವಾಗಲೇ ಹೋಗಿ ಬೇರೆ ಬದಲಾಯಿಸಿ ತೆಗೆಯೋಣ. എന്നമ്മേ ഹലോ ഏട്ടാ കട പൂട്ടിക്കോ പൂട്ടിക്കോ, ഹർത്താലാന്ന് ഹർത്താലി. കണ്ണേട്ടാ ആ ഹർത്താലാ പൂട്ടിക്കോ. ഹർത്താൽ എന്തിന്? ടൗണിൽ പ്രതിമ ഒളിച്ചു നിറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആണാ? എടാ പൂട്ടിക്കോ, എല്ലാം ആൾക്കാർ കൂടും. നമുക്ക് കൂടി തന്നിട്ട് ഷട്ടർ എടുപ്പാ. തരാം തരാം. ഇതും കൂടെ കൊടുത്തു വിട്. എന്നാ ചോരം തരുന്ന മനുഷ്യൻ. യമുന യമുന കരുതേ യമനെ എല്ലാരുടെ പോയി. അമ്മേ ഇതാരുമില്ലേ? ആ എന്തേ എല്ലാരും ഇവിടെ പോയി. ഒരു അനക്കമില്ലല്ലോ. അനക്കൂലെന്നാ? ഇതുവരെ ഒരു ബഹളായിരുന്നല്ലോ. ഇതിന് ചുരിദാറിന് നീളം പോരാ, കളറില്ലാന്ന് പറഞ്ഞിട്ട്. ആ ചുരിദാറിന് നീളം പോരാന്ന് അങ്ങോട്ട് പോയി. എല്ലാം കെട്ടിപ്പറിക്കിട്ട് ആ വിദ്യാധരന്റെ പിടിയിലേക്ക് പോയിട്ടുണ്ട്. ആ ഞാനിട്ടല്ലേ ഇവിടെ വാടിനെ പോലെ പണിയെടുക്കാൻ. ഒന്നും ഇല്ലത് ഇല്ലാത്തത് ഒരുപോലെ തന്നെ. പിന്നെ കൊണ്ടുവന്നാണെങ്കിൽ മിണ്ടാനും പറ്റൂലല്ലോ. പോയാ പിന്നെ ഞാൻ ഇതെല്ലാം ആരോട് പറഞ്ഞു? നീ